നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ ഒരു അപകടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഉദ്യോഗസ്ഥരായാലും അതിനെ തുടർന്ന് ആരായാലും പരിശോധനകൾ നടത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുമ്പൊക്കെ ഈ ഒരു അന്വേഷണവും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ തന്നെ ഈ ഒരു അപകടങ്ങൾ ഏറെക്കുറെ നമുക്കൊക്കെ കുറയ്ക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ ദിവസം താനൂരിൽ നടന്ന ബോട്ട് അപകടം നമ്മളെ എല്ലാവരെയും തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ശരിക്കും ഈ ഒരു അപകടം നടന്ന ബോട്ട് മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ബോട്ടായിരുന്നു. ഇത് പിന്നീട് രൂപമാറ്റം വരുത്തിയാണ് ഇവർ യാത്രാ ബോട്ടായി ഇത് ഉപയോഗിച്ചത്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇതിന്റെ മേലുദ്യോഗസ്ഥരോ ആരെങ്കിലും ഈ ഒരു ബോട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ, ഈ ബോട്ടെന്നല്ല പല ബോട്ടുകളും അങ്ങനെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇതിനു മുമ്പേ ചെക്കിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അപകടം നമുക്ക് കുറച്ചെങ്കിലും ഒഴിവാക്കാമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വീഡിയോ ഒരു സ്ക്രിപ്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ കുറച്ച് സഹോദരങ്ങൾ. അതിൽ നിന്നൊക്കെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തായിരുന്നു? നിങ്ങളല്ലേ മിസ്റ്റർ അംബുജാക്ഷൻ? അതെ, ഞാനാണ്. എന്തായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരു ബോട്ട് വാങ്ങിയെന്ന് ഞങ്ങൾക്ക് അനോണിമസ് ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ആ ബോട്ട് ഒന്ന് കാണണം, അതൊന്ന് പരിശോധിക്കണം. അതിനായിട്ട് വന്നോ. അനോണിമസ് കോളും? ഏത് നമ്പർ? എൻ്റെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഈ 1418 അവസാനിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. ഞാനിപ്പോൾ തന്നെ വിളിക്കാം. അടിക്കണ്ടല്ലോ. ഇത് എന്റെ ഫോണിലേക്കാണല്ലോ അടിക്കണം. നിങ്ങളുടെ നമ്പർ 1817 ആണോ? അതെ, ഈ നമ്പറിൽ തന്നെയാണ് കോൾ വന്നത്. നിങ്ങളൊരു ബോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, ഇതിപ്പോ അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. താൻ ബോട്ടിന്റെ അടുത്തേക്ക് വാ. ബോട്ട് വാങ്ങി? പക്ഷെ പോലീസൊക്കെ എന്തിനാ? പോലീസ് എന്തിനാണ് കൂടുതൽ കാര്യം ഇയാളെ അന്വേഷിക്കണ്ട. സാർ ചോദിക്കേണ്ട കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. അതെ, ഞങ്ങളുമായിട്ട് സഹകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ആ ബോട്ട് കാണണം, ആ ബോട്ട് പരിശോധിക്കണം. ഈ പുള്ളി ആ ബോട്ടിന്റെ തുളയൊക്കെ പരിശോധിക്കുന്ന ആളാണ്. അതിൽ ലൈഫ് ജാക്കറ്റ്, അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇത് മുഴുവൻ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ളതാണ്. പിന്നെ ഈ ബോട്ടിന്റെ ഡ്രൈവർ ആരാണ്? പുള്ളിക്ക് ലൈസൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അയാളുടെ ലൈസൻസ്, അയാളുടെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട്, ഇത്തരം സാധനങ്ങൾ ഞങ്ങളെ കാണിക്കണം. പിന്നെ ഈ ബോട്ട് നിങ്ങൾ വാങ്ങിയതിന്റെ റെക്കോർഡുകൾ ഞങ്ങൾക്ക് കാണണം. ഇത് വല്ല മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ബോട്ടല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ അത് കൺവേർട്ട് ചെയ്തിട്ട് വല്ല യാത്രാ നൗകയുമാക്കി മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഈ വരുന്ന 2 ആഴ്ച കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കടലിലും തടാകത്തിലും എല്ലാം കിടക്കുന്ന ബോട്ടുകൾ മുഴുവൻ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള. അവിടെ സമയം കളയാതെ നമുക്ക് ബോട്ടിനെടുത്തോട്ട് പോകാം. ഇയാളെന്താ ഏറെ പിടിച്ചോണ്ടിരിക്കണേ? സാർ പറഞ്ഞ കേട്ടില്ലേ? വേഗം ബോട്ടിന്റെ അടുത്തേക്ക് വാ. ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴ, കൊല്ലം, വർക്കല, തിരുവനന്തപുരം എല്ലായിടത്തും ഞങ്ങൾക്ക് പോകാനുള്ളതാ. ചൂടാവില്ല സാറേ. സാറ് പോലീസുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങൾ തുറമുഖം ഡിപ്പാർട്ട്മെന്റ്. ബോട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് പരിശോധിക്കുന്നത്. ഇത് ഞങ്ങളെ സഹായിക്കാൻ വന്ന പോലീസ്. എന്റെ പൊന്നു സാറേ, ഇയാളുടെ എന്നെ സംസാരിക്കണം. താൻ ബോട്ടോ. സാറ് പിന്നെയും ചൂടാവല്ലേ. തുറമുഖം ഡിപ്പാർട്ട്മെന്റ്. എന്റെ സാറേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ നമുക്ക് മുഖത്ത് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. ചെവി, കണ്ണ്, മൂക്ക്, വായ, ഇതൊക്കെ ആവശ്യമുള്ളത് കേൾക്കാനും ആവശ്യമുള്ളത് കാണാനും ആവശ്യമുള്ളത് പറയാനും വേണ്ടിയിട്ടുള്ളതാണ്. ഈ സംഭവങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ 22 പേര് അവിടെ മരിക്കുമായിരുന്നു. ആ ബോട്ടിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കുത്തിക്കയറ്റിയാണ് അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതെന്നും അനധികൃതമായിട്ടുള്ള പല ബോട്ടുകൾ അവിടെ ഉണ്ടെന്നും പല MLA നിങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. അവിടെ മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകളും നിങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. നാട്ടുകാർ മുഴുവൻ നിങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. എന്നിട്ട് ഇപ്പോ ഒരു പ്രഹസനം, അന്വേഷണം. ഞാനിന്ന് സാറേ മോനെ ഉള്ളത് പറയുമ്പോ കള്ളനും തുള്ളുന്ന സാറേ ഇവിടെ ശീലം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ചെവി, വായ, ഇതൊക്കെ എപ്പോഴും വിജിലന്റ് ആയിട്ട് ഫുൾ ടൈം തുറന്നിരിക്കണം. എല്ലാം കാണണം, എല്ലാം കേൾക്കണം, എല്ലാത്തിനോടും പ്രതികരിക്കണം. മനസ്സിലായോ? അതാണ് സാറേ തുറമുഖം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം തുറക്കുന്ന നിങ്ങളുടെ ഈ മുഖമുണ്ടല്ലോ, ആ മുഖത്തിന്റെ പേരല്ല സാറേ തുറമുഖം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തുളമുഖമാണ്. തുളമുഖം. ഇന്ന് സുരേഷ് ഗോപി കളിക്കാതെ ബോട്ട് എടുക്കാം. ഇവനെന്ന് ഞാൻ മേടിച്ച ബോട്ട് നിനക്ക് കാണണമല്ലേ? കാണിച്ചു തരടാ. എന്താ സാറേ, ഞാൻ ഇന്ന് അവനെ കൊല്ലും. ഇതിലാരാണ് സാറേ സുരേഷ് ഗോപി? വേണ്ട സാറേ, ബോട്ടിന്റെ താക്കോലോട്ട് അളർക്കണ്ടാ. ഞാൻ മേടിച്ച ബോട്ടല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. ഇതാടോ ക്ലാപ്പന്മാരെ ഞാൻ മേടിച്ച ബോട്ട്. എന്റെ സ്മാർട്ട് വാച്ച് എന്റെ ഭാര്യയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ കൊടുക്കാൻ മേടിച്ചാടോ ഈ ബോട്ട്. അവന്മാരുടെ ഒരു ബോട്ട് കണ്ണു നിറച്ച് കാണോ എന്റെ ബോട്ട്. പോലീസരാ, തനിക്കെന്റെ ബോട്ട് ഇടിച്ച് തറക്കണം അല്ലേ? നോക്കടാ, ബോട്ടിലെ തുക നോക്കടാ. എങ്ങടാ, എത്ര തുകയുണ്ടെന്ന് എങ്ങടാ? ഞങ്ങൾക്ക് ഇതിന്റെ ബില്ല് വേണമെന്നല്ലേ പറഞ്ഞേ? എന്നാടോ ബില്ല്? വാങ്ങിച്ചതിന്റെ ബില്ല് ഓൺലൈനായിട്ട് മേടിച്ചാടോ? പിടിക്കോ.
രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും പരിശോധിക്കാൻ. എന്ത് കാള വെട്ടുന്ന കേൾക്കുമ്പോഴത്തേക്ക് കയറെടുക്കണ ഓരോ ടീമുകൾ പോയി കൃത്യസമയത്ത് അന്വേഷിച്ചെങ്കിൽ ഇത് വല്ല ദുരന്തം ഉണ്ടാകുമായിരുന്നു. 3 ഒരു ഒറ്റ മിനിറ്റ് വീട്ടിന്റെ പരിസരത്ത് കാണുമ്പോൾ ഇറങ്ങി പൊക്കണോ അവിടെ. അല്ല സാർ ഒരു ഡൗട്ട്, പുള്ളിയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ സാറിന് കോൾ വന്നത് പുള്ളിക്ക് എന്താ പ്രാന്ത? അങ്ങനത്തെ ഒന്നും നമ്മൾ അന്വേഷിക്കണ്ട. ഏതായാലും നാറി നമുക്കുള്ള അടുത്ത ബോട്ട് പിടിക്കാം. ഇതിനു മുൻപും അറ്റ്ലാന്റിക്ക എത്രത്തോളം നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് യാത്രാ സർവീസ് നടത്തിയിരുന്നതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇത് നാളെ എൻ്റെ സ്വന്തം ഭാര്യയുടെ പിറന്നാളല്ലേ, അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു വാച്ച് വാങ്ങിയതാ, സ്മാർട്ട് വാച്ച്. ബോട്ട് നല്ല വാച്ച്. എനിക്കും ഉണ്ടായിരുന്ന ഒരു പിറന്നാള്. ഇവിടെ ആരും ഒരു വാച്ചും ഒരു സ്കോച്ചും ഒന്നും എനിക്ക് മേടിച്ചു തന്നില്ല. സ്വന്തമായിട്ട് പെൻഷൻ കിട്ടണ്ടല്ലോ, അങ്ങ് മേടിച്ചാൽ മതി. ഞാനൊരു പാവ അത്താഴ ഭക്ഷണിക്കാരനാണ്. സ്വന്തം പെൻഷൻ കൊണ്ട് വാച്ചോ സ്കോച്ചോ എന്ത് വേണേലും മേടിച്ചു. ഓനിപ്പോ അവന്റെ അച്ഛ മാത്രം മതി, അമ്മച്ചേ വേണ്ട. അവക്കൊട്ടൊരു പണിയും കൊടുക്കണ്ട്. മനുഷ്യരുടെ ജീവിതത്തിന് ഒരു വിലയും കൊടുക്കാതെയുള്ള അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഹലോ, തുറമുഖം ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതെ, പുത്തം വീട്ടിൽ അമ്പുജാക്ഷി എന്ന് പറഞ്ഞ് ഞങ്ങള് ഭാര്യയുടെ പേരിൽ ഒരു ബോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് മത്സ്യബന്ധന ബോട്ടാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് എത്രയും വേഗം അവളെ പൊക്കണം.